വെൽക്കം ടു ദേവൻസ് വ്ളോഗ്. ദേവൻസ് വ്ളോഗിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഗംഭീരമായി ദേവൻ ഇൻട്രോ ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിരുന്നു. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ വീഡിയോസ് അത്ര പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ബിക്കോസ് ഭയങ്കര എന്താ പറയുക, ധൃതിയിലായിരുന്നു എല്ലാവരും. അങ്ങനെ കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് അനിത്തേട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ അഭിരാമി കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കറേഷൻസ്. ഇപ്പോൾ ഡെക്കറേഷൻ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലായി കാണുമല്ലോ സംഭവം എന്താണ്. ഇന്ന് എൻ്റെ 7th month ഫങ്ഷനാണ്. എൻ്റെ വളകാപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ആയിത്തേട്ടൻ വീഡിയോ എടുത്തു. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഗിഫ്റ്റിൽ ഞാൻ കൊടുത്ത എന്താണെന്നാണ്. ഇത് ഞാനൊരു കവറിൽ, റെഡ് കളർ കവറിൽ ഒരു പഴം ഇട്ടു. പിന്നെ വെറ്റയും പാക്കും, ഇങ്ങനൊരു ഹൽദി കുങ്കും എന്ന് പറയും ഇവിടെ ബോംബെയിൽ. നമ്മുടെ സിന്ദൂരവും കുങ്കുമവും ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു പൂ ഇട്ടു, റോസാപ്പൂ ഇട്ടു, ഒരു മുല്ലപ്പൂ റോസാപ്പൂവും കൊടുത്തു. പിന്നെ സുമംഗലിയായിട്ടുള്ള സ്ത്രീകളല്ലേ കൂടുതലും നമുക്ക് വരിക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു പൊട്ട്, ഇത് കുപ്പിവള, പച്ചയും ചുമപ്പും കളറിൻ്റെ കുപ്പിവള അത് കൊടുത്തു അവർക്ക്. പിന്നെ കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ, കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് ഞാൻ പൊട്ടും ക്ലിപ്പുമാണ് കൊടുത്തത്. അങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ്, എനിക്കൊരു ബ്ലെസ്സിങ്സ് അവർ തരുമ്പോൾ അവർക്കൊരു സന്തോഷം, നമ്മുടെ സന്തോഷം അവർക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ്, റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഞാനിത് നേരത്തെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ച്, തലേദിവസം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വാൾ ക്ലോത്ത് കണ്ടല്ലോ, ആ ഒരു ക്ലോത്ത് ഡെക്കറേഷൻ്റെ നമ്മൾ ഓൺലൈൻ മേടിച്ചതാണ്. അപ്പോൾ ചടങ്ങിൻ്റെ ടൈം വന്നിട്ട് 11 o'clock to 11:45 ആയിരുന്നു ടൈമിങ്. ശരിക്കും ഈ ഒരു ഫംഗ്ഷൻ എൻ്റെ നടക്കുന്നത് 13-ാം തീയതിയാണ്. 13-ാം തീയതി January 13 നടക്കുന്നത്. പിന്നീടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഈ ചടങ്ങായിട്ട് നടത്തണം എന്നൊന്നും ഇല്ലായിരുന്നു ആദ്യം നമുക്ക് പ്ലാന്. പിന്നെ ചേട്ടൻ സർപ്രൈസ് വിസിറ്റ് ചെയ്തു. അപ്പോൾ വിചാരിച്ചു ചടങ്ങാക്കി തന്നെ ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഞാൻ വീഡിയോസൊക്കെ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഒക്കെ ഒരു പ്ലാനിങ്ങിൽ ചെയ്തതാണ്. അപ്പം അയിത്തേട്ടനാണെങ്കിൽ പിന്നെ എൻ്റെ അപ്പുറമാണ്, ഒരു ഐഡിയയും ഇല്ല ആർക്കും. ചേട്ടൻ ഒട്ടുമേ ഇല്ല. അപ്പോൾ ചേട്ടനോട് ഞാൻ ഓരോ കാര്യങ്ങൾ, സിന്ദൂരം തൊടിയിക്കൂ, താലിയെ തൊടിയിക്കൂ, പിന്നെ മഞ്ഞളും ചന്ദനവും 2 കവളിലും കയ്യിലും കാലിലും ഒക്കെ തൊടിയിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആൾ ചെയ്തത്. ബിക്കോസ് നമ്മുടെ സൈഡിലേക്ക് ഈ ഒരു ചടങ്ങേ ഇല്ല. കാരണം നമ്മുടെ ആ സൈഡിലേക്ക് ആലപ്പുഴ, പത്തനംതിട്ട ആ സൈഡിലേക്കൊന്നും ഇങ്ങനൊരു ചടങ്ങില്ല. എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ നോർമലി 7ാം മാസത്തിൽ വരിക, വീട്ടിൽ നിന്ന് വരിക, വിളിച്ചുകൊണ്ട് പോവുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ ഇപ്പം ആദ്യത്തെ ദേവൻ്റെ സമയത്തും നാട്ടിലല്ലായിരുന്നു, ഞാൻ ഇവിടെയായിരുന്നു, ബോംബെയിലായിരുന്നു. കാരണം ഇവിടെ സെറ്റിലായതുകൊണ്ട് ഇവിടെയായിരുന്നു. ചേട്ടൻ കുവൈറ്റിലായിരുന്നു. അങ്ങനെ ഒരു ചടങ്ങില്ല. കാരണം ഫസ്റ്റ് നമ്മൾ ദേവൻ്റെ സമയത്ത് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ പ്രോപ്പർ മഹാരാഷ്ട്രൻ സ്റ്റൈലിലായിരുന്നു ചെയ്തത്. ഗോദ്ബറായി എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഉണ്ട് എൻ്റെ അടുത്ത്. എവിടെയെങ്കിലും ഇവിടെ ഇടാൻ നോക്കാം. അത് പ്രോപ്പർ മഹാരാഷ്ട്രൻ സ്റ്റൈലിലാണ് ചെയ്തത്, നമ്മുടെ സ്റ്റൈലിലല്ല. ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയും വളകാപ്പ് നമ്മുടെ ആ സൈഡിലേക്ക് ഇല്ല. അപ്പോൾ പിന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇതും വേറൊരു ട്രഡീഷൻ ടൈപ്പിലാണ് ചെയ്തത്. നമുക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഓരോ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെന്താ, നമ്മളെല്ലാ കാര്യങ്ങളും നേരത്തെ ചേട്ടൻ വന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഈ 7 മാസം ആകുമ്പം 7 മാസത്തെ പലഹാരങ്ങളെല്ലാം കുറേയൊക്കെ അമ്മ വീട്ടിലുണ്ടാക്കി, കുറേയൊക്കെ നമ്മൾ പുറത്ത് ഓർഡർ കൊടുത്തു. അങ്ങനെ ചെയ്തു. പായസമൊക്കെ ഉണ്ടായിരുന്നു, നല്ല പായസമായിരുന്നു. എനിക്കതിലെല്ലാം ഇഷ്ടപ്പെട്ടത് ഉണ്ണിയപ്പമായിരുന്നു. വരുന്നവരോടും പോകുന്നവരോടൊക്കെ ഉണ്ണിയപ്പം തരാനാണ് പറഞ്ഞത്. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വള, ഇടാനുള്ള വള, ഇപ്പോൾ ചേട്ടൻ ഇട്ടുമല്ലോ വള എനിക്ക്, അതുപോലെ എല്ലാവരും വള ഇടുന്നുണ്ടായിരുന്നു. അപ്പം വള നേരത്തെ നമ്മൾ പോയി എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ആ ഒരു ടൈമിൽ, നമുക്ക് തന്ന മുഹൂർത്തം ടൈമിൽ 11 to 11:45, അതിൻ്റെ ഇടയ്ക്ക് 11:45 എന്നൊക്കെ പറഞ്ഞാലും ഞാൻ റെഡിയായൊക്കെ വന്നപ്പോൾ 11:30, 11:40 ആയിരുന്നു.
അപ്പോൾ പെട്ടെന്ന് ചേട്ടൻ ആദ്യം ചടങ്ങൊക്കെ ചെയ്തു. കാരണം ചേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. സോ അങ്ങനെ ചേട്ടൻ ആദ്യം തന്നെ ആ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ടൈം കഴിയുന്നതിന് മുന്നേ ചേട്ടൻ ചെയ്തു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്താ ഇങ്ങനെ നമുക്കറിയത്തില്ല, നമ്മുടെ ട്രഡീഷനല്ല, നമ്മുടെ സൈഡിലോട്ടില്ല, അപ്പോൾ എങ്ങനെ ഇരിക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു ഫീലിങ്സ് നമുക്ക് കുറച്ച് തലേ ദിവസം മുതലേ ഉണ്ടല്ലോ മനസ്സിൽ. സോ അങ്ങനെ എൻ്റെ 7ാം മാസം വളകാപ്പ് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു. ഇപ്പം ചേട്ടൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ ചെയ്തു, അച്ഛൻ ചെയ്തു, അനിയൻ ചെയ്തു. പിന്നെ വന്ന ആൻറ്റിമാരെല്ലാവരും ഒരു ബ്ലെസ്സിങ്സ് തന്നു. നമുക്കും സന്തോഷം, അവർക്കും സന്തോഷം. എൻ്റെ എല്ലാ ഫങ്ഷൻസിലും ഇപ്പം ഇത് 7ാം മാസത്തിലെ ആയിക്കോട്ടെ, അല്ലാതെ വേറെ ഇപ്പം ദേവിയുടെ പൂജ കഴിഞ്ഞു അതിലായാലും നേരത്തെ എല്ലാ ദേവനെ മഹാരാഷ്യൻസ് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അവരിങ്ങനെ 7ാം മാസത്തിൽ വിളിക്കുമ്പോൾ അവർ നമുക്ക് ഒരു തേങ്ങ, ബ്ലൗസ് പീസ്, അരി, ചിലർ പൈസ വയ്ക്കും, നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ
നമുക്ക് അങ്ങനെ തന്നിട്ട് അവർ ബ്ലെസ് ചെയ്യും. ഇവിടെ ഉള്ളവർ അതിനെ ഓട്ടുഭരണി എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ സാരിത്തുമ്പിൽ വെച്ചിട്ട് തരും. അപ്പോൾ അത് ഇവിടുത്തെ ഒരു മഹാരാഷ്ട്രൻ ചടങ്ങാണ്. അപ്പം നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് ഇങ്ങനൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ആൻറ്റി ചെയ്തു എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ആൻറ്റിയുടെ നാട്ടിലേക്കും ഈ ചടങ്ങുകളൊന്നുമേ ഇല്ല. നോർമലി പോയി വിളിച്ചുകൊണ്ട് വരിക, 7 മാസത്തിൽ പോയി വിളിച്ചുകൊണ്ട് വരിക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ റൈറ്റ്സും ഇവിടുത്തെ റിച്വൽസും നമ്മൾ ഫോളോ ചെയ്യുന്നു, അങ്ങനെ ഉള്ളൂ. പിന്നെ നമ്മുടെ ആഘോഷങ്ങളിലും അവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെ കാണും. സോ ഇത് ബീനാനിയുടെ ഹസ്ബൻഡാണ്. അങ്കിളും വന്നിട്ട് നമ്മളെ ബ്ലെസ് ചെയ്തു. പിന്നെ അപ്പൂൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അടുത്ത വാവയെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. സോ വി ആർ വെയിറ്റിംഗ്.